കൊച്ചാപ്പൂവിന്റെ ശരീരം ഇപ്പോഴും നല്ല ഉഷാറാ. നെഞ്ചത്തൊരു തുള വീണിട്ടുണ്ടെന്നേ ഉള്ളൂ. അയ്യോ, കുത്തുകൊണ്ടെന്നെ തുളയാ. അതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല. തുള അവന്റെ നെഞ്ചത്തല്ലേ. ഒരുത്തൻ വാതരോഗി, ഒരുത്തൻ നെഞ്ചത്ത് തുള. നിങ്ങൾ ഈ കൊള്ളാവുന്ന ശരീരം വല്ലതും തരുന്നുണ്ടോ? എടാ, നീ എന്റെ കാലിനാവല്ലോ ഇപ്പോ. എന്റെ പൊന്നു പപ്പ, നീ ഞാൻ പറയുന്നൊന്ന് ചെയ്യേ. ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്റെ ശേഷിച്ച ദിവസങ്ങള് നീ കൊച്ചാപ്പൂന്റെ ശരീരത്തിൽ ഞാൻ കരിയ. ദേവി ഇത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എറണാകുളം. പിന്നെ മിസസ് ആൻഡ് മിസ്റ്റർ ജോർജ് ബ്രദേഴ്സ് എറണാകുളം. മിസസ് ആൻഡ് മിസ്റ്റർ ഹംസ സിൽക്കോൺ സൂപ്പർ ബസാർ. അത് പറ്റില്ല, ഇന്ന് തീരാനുള്ള കാര്യം ഇന്ന് തന്നെ തീരണം. ആരാത്? ഞാനാ. ആരാന്ന്? ഞാനാ, പപ്പനാ. ഞാൻ മുളകാത്തോ? ആരാടാ നീ? പപ്പൻ. പപ്പൻ? ഏത് പപ്പൻ? പപ്പൻ. ഏത് പപ്പൻ? പപ്പൻ. നിന്റെ അപ്പനാ പപ്പൻ? കിടക്കാത്ത എങ്ങോട്ട് കള്ളൻ പപ്പനാ പോലും. ഹലോ, പോലീസ് സ്റ്റേഷൻ. അങ്കിളെ ഞാനാണ്, പപ്പനാണ്. അതെ, ഞാൻ തന്നെ. ശരിയാ? ചന്ദ്രശേഖരൻ മേനോൻ. ശരിയാ അയക്കണം. പ്ലീസ്, ഞാനൊന്ന് പറയുന്നത് കേൾക്കില്ല. തെണ്ടി വന്നിരിക്കുന്ന പപ്പനാണ് പോലും. അങ്കിൾ പ്ലീസ്. പോരല്ലേ പറഞ്ഞേ? സെരീന, 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 കഥ തുറക്കൂ. സെരീന, സെരീന. Thank you, friends. Now I would like to give you a fast number. I hope you'll all join us. 1, 2, 3, 4. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇത് പിന്നെ സിംഗപ്പൂർ ആൻഡപ്പൻ. എന്റെ വീട്ടിൽ നിന്ന് പണം മോഷിച്ച കള്ളനുണ്ടല്ലോ, കൊച്ചാപ്പൻ, അവനിവിടെ ഉണ്ട്. ഉടനെ ഇവിടെ വന്നാൽ അവൻ പിടിക്കാം.
അവൻ ഈ വഴി ഓടി പോയിട്ടുണ്ട് ഇപ്പോ. ഈ വഴിക്കാ ഓടിന്നുള്ളതിന് എന്താ ഉറപ്പ്? ഞങ്ങൾ കണ്ടതാ പോകുന്നത്. പിന്നെ വായി നോക്കി നിൽക്കണ പോയി പിടിക്കേ. അപ്പൊ ആ വഴിക്കാണ് ഓടിയത്. എന്റെ പൊന്നു കാല, എനിക്ക് ഈ ശരീരം വേണ്ട. നിനക്ക് തോന്നുമ്പോ മാറാനും തോന്നുമ്പോ കയറാനും ഞാൻ ദിവസം ശരീരത്തിലൂടെ പോവും. ഇനിയിപ്പോ ഇതിനകത്ത് തന്നെ കഴിഞ്ഞാൽ മതി. ഈ ശരീരം കിട്ടിയിട്ട് ഇതുവരെ ഓട്ടമായിരുന്നു. നേരെ വിളിക്കാറായി. ഒന്ന് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. പേടിക്കാനൊന്നുമില്ല. ആരെല്ലാം നിന്നെ എന്തെല്ലാം ചെയ്താലും നിന്റെ ദിവസങ്ങൾ തീരാതെ നീ മരിക്കില്ല. വേണ്ട വേണ്ട, ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങിയിട്ട് ഓടാനും അടിയുള്ളനും എന്നെ കൊണ്ടാവില്ല. ഇതിലും ഭേദം പഴയ വാതരോഗി തന്നെ. ഒന്നുമില്ലെങ്കിലും സുഖമായിട്ട് കിടക്കാമല്ലോ. ഇവൻ കള്ളൻ, ചെറ്റ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ, കായിക്കര കൊച്ചാപ്പ്, പാവങ്ങളുടെ കാണപ്പെട്ട ദൈവം. കണ്ടോ, ഇനിയുള്ള ആയുസ് പോയാലും വേണ്ടില്ല, എനിക്കിനി ഇവരെ കൊണ്ടു നടക്കാൻ പറ്റില്ല. സത്യം, ഞാൻ ഇനി ശല്യപ്പെടുത്തുകയില്ല. എന്നെ എങ്ങനെയെങ്കിലും ഇവന്റെ ഈ ശരീരത്തിൽ നിന്ന് രക്ഷിക്കണം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ അയ്യോ, അതാ കൊണ്ടുപോകുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല 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 രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ഇങ്ങനെ നോക്കി നിന്നാൽ എങ്ങനെ? അതും പോയാ പിന്നെ? രാമ പാഹി മാം ഒരുപാട് പിടിച്ച പോലെ ആകുമോ? പറയുന്ന കേട്ടില്ലേ? എന്തെങ്കിലും ചെയ്യല. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 പതുക്കെ എന്തോന്ന് പതുക്കെ നീ അതൊക്കെ തുറയണ്ട. നീ വന്നേ, സൂക്ഷിക്കാൻ എന്ത് സൂക്ഷിക്കാൻ? എനിക്ക് സൂക്ഷിക്കുന്ന പരിപാടിയില്ല. ഇങ്ങോട്ട് വലിച്ചാൽ പിന്നെ ചത്തോ? തലമുട്ടെ കുഴപ്പം ജീവനുണ്ടെങ്കിൽ ഇറങ്ങി കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. കണ്ണാടി വാല bloody fools, idiots.
കൊച്ചാപ്പനെ നിങ്ങൾ എന്തിനാ ഞങ്ങൾ കൊന്നതല്ല സാർ. അടിച്ച തല്ലല്ലേ സാർ. സത്യമായിട്ടും കൊച്ചാപ്പനെ കൊന്നത് ഞങ്ങളല്ല. ഞാൻ വെറുതെ ഒന്ന് കൈയൊങ്ങനേ ഉള്ളൂ. കൊച്ചാപ്പ ചത്തു വീണു. ഓഹോ, അപ്പൊ നീ കൈ ഓങ്ങിയാൽ ഉടനെ ആരും മരിക്കുമല്ലേ? എങ്കിൽ നീ ഇവന്റെ നേരെ കൈ ഓങ്ങിക്കേ. ഇവൻ മരിക്കുമോ നോക്കട്ടെ. എന്താണോ മരിക്കാത്ത? എന്താണോ നീ മരിക്കാത്ത? ചാവാനുള്ള സമയമല്ലായിരിക്കും. പുലി പറിച്ചിട്ടാ സാർ ഞങ്ങളൊക്കെ ചെയ്തത്. പുലിയോ? ആ, അതാരാ? ഞങ്ങളുടെ നേതാവാണ് സാർ. ഹലോ, അതെ ഉണ്ടല്ലോ സാർ. ആരാ? വീട്ടിൽ നിന്നാ. കൊണ്ടുപോകാത്ത? എന്താ ശാന്തി? എന്താ ദാസേട്ടാ ഇത്? മണി എത്രയെന്നറിയോ? ദാസേട്ടൻ വന്നിട്ട് ഉണ്ണാൻ വേണ്ടി എല്ലാരും ഇവിടെ കാത്തിരിക്കുക. എനിക്ക് ഓർക്കാപ്പുറത്തൊരു കേസ് വന്ന് കിട്ടും. രാവിലെ മുതൽ അതിന്റെ പിന്നാലുള്ള ഓട്ടമായിരുന്നു. സ്വന്തം പിറന്നാളിനെങ്കിലും ഈ ലോകകപ്പും കേസും ഒക്കെ വിട്ട് ഒന്ന് വീട്ടിലിരുന്നൂടെ? അതിന് സമയം കിട്ടണ്ടെന്ന്. അതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം വിളിക്കുകയും ചെയ്തു. നിങ്ങൾ ഊണ് വെച്ചോളൂ. ഞങ്ങൾ ഊണ് കഴിക്കുന്നതല്ലല്ലോ വലിയ കാര്യം. ആ, മോളെവിടെ? ഡാഡിയുടെ അല്ലേ മോള്. ഡാഡിക്ക് പ്രസന്റേഷൻ വാങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാനിപ്പോ കുട്ടന്റെ കൂടെ വിട്ടിരിക്കുക. ആ, മോളല്ലേ? ഡാഡിയാണ്. ഡാഡി വരാൻ വൈകിയതിന് മോള് ഡാഡിയോട് പണക്കാണോ? എന്താണ് മിണ്ടാത്ത? ഡാഡിക്ക് ഇവിടെ ഒരുപാട് ജോലിയില്ലേ? ഡാഡി അതൊക്കെ തീർത്തിട്ട് വരാം. മോള് ഊണ് കഴിച്ച് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങ്. ചക്കരക്കുട്ടനല്ലേ? ഡാഡിക്ക് ഒരുമതാ.